ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലും. നമസ്കാരം. നമ്മള് VD സതീശന്റെ ഇന്നത്തെ പ്രസ്താവന കണ്ടില്ലേ? അതായത് അദ്ദേഹം എത്ര കോൺഫിഡന്റ് ആയോട് കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 100+. അതെ, ആ 100+ എന്ന് പറയുന്ന VD സതീശന്റെ പ്രസ്താവന അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ്? CPM നടത്തിയ ലേറ്റസ്റ്റ് ആയ സർവേ ആണ്. ആ സർവേ ആണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ മുഴുവൻ പുറത്തു. അത് പ്രകാരം 103+ എന്നുള്ളതാണ്. 103+. ഇത് വെറുതെ ഉണ്ടാക്കിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തട്ടിൽ നടത്തിയ സർവേ പ്രകാരം അവർ കൃത്യമായി പഠനം നടത്തിയിട്ട് 103-ൽ മേലെ സീറ്റ് കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈക്വൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഫൈറ്റ് നടക്കുന്ന ഏകദേശം 10-12 സീറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതും കൂടി ആവുമ്പോൾ 115 സീറ്റ് വരെ ആകുമെന്നുള്ള കൃത്യമായ സർവേ ആണ്. നമുക്ക് ആദ്യം മുതൽ ഒന്ന് പരിശോധിക്കാം. നമുക്ക് കാസർഗോഡേ പോകാം. കാസർഗോഡ് നമുക്ക് ആദ്യം എടുക്കാവുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരം CPM അവിടെ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് മറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് അവിടെ CPM പ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. അവിടെ മഞ്ചേശ്വരത്ത് ഈ കഴിഞ്ഞ ഇലക്ഷന് 750-800ഓളം വോട്ടിന്റെ താഴെ വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റത്. പക്ഷെ പിന്നെ സുരേന്ദ്രൻ ആൾ തിരിഞ്ഞു നോക്കിയില്ല. അവിടെ BJPയുടെ വലിയ പ്രശ്നമായിരുന്നു. അവിടെ എന്തായി തീരും? ഈ സർവേ പ്രകാരം പറയുന്നത് അവിടെ വൻ ഭൂരിപക്ഷത്തിന് AKM അഷ്റഫ് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ്. ഒന്ന്, പോസിറ്റീവായിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുന്നത് മഞ്ചേശ്വരം AKM അഷ്റഫ്. മഞ്ചേശ്വരം AK അഷ്റഫാണ് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നോർമലായിട്ട് അങ്ങ് ജയിക്കേണ്ടതാണ്. അതുകൂടാതെ സുരേന്ദ്രനെതിരായി നെഗറ്റീവായിട്ടുള്ള ഒത്തിരി വിചാരങ്ങളുണ്ട്. 2-3 പ്രാവശ്യങ്ങൾ മഞ്ചേശ്വരം ജയിക്കാവുന്ന കൈപ്പിടിയിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്യാതെ ഇട്ടിട്ട് പോയത്. കിട്ടുന്ന പൈസ അടിച്ചു മാറ്റി പത്തനംതിട്ടയ്ക്ക് കിട്ടുന്ന സീറ്റിലേക്ക് 10 വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സീറ്റിലേക്ക് കൂടി നടക്കുകയാണ്. അത് ഒത്തിരി കണക്കുണ്ട്. പക്ഷേ ആ സുരേന്ദ്രന് എഗൻസ്റ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂന്നാം മുന്നണി അല്ലെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്താണ്. ശരിക്കും 3-ാം ടൈമല്ല. അവിടെ SDPI ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർത്തിയില്ല. അത് പ്രകാരം അത് വോട്ട് സുരേന്ദ്രൻ മറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണമുണ്ട്. അല്ല, ഒരു ആൻറ്റി മുസ്ലിം അല്ലെങ്കിൽ BJP സെൻറ്റിമെൻറ്റ് സ്ട്രോങ് ആയിരിക്കുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് വേറെ മാധ്യമം ഇല്ലെങ്കിൽ CPMന് കേരളത്തിൽ ആ വോട്ട് കിട്ടും. അത് കണ്ടിട്ടുണ്ട്. CPM വോട്ട് മറക്കും എന്ന് പറയുന്നത് ഇപ്രാവശ്യം പ്രാവർത്തികമാണ്. CPMന് വോട്ട് മറിക്കാൻ പറ്റില്ല. CPMന് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് മറിക്കാൻ പറ്റില്ല. കാരണം കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ രക്തസാക്ഷികളുടെ നാടാണ്. എത്ര ജയകൃഷ്ണമാർ വോട്ട് ഒത്തിരി. കഴിഞ്ഞ തവണ മറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 800 വോട്ടിന് താഴെ എത്തിയത്. ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDFനുണ്ട്. അപ്പൊ 10-15,000 വോട്ട് മറിച്ചതിന് 10 എങ്ങനെ അത്രയെങ്കിലും വോട്ട് മറിച്ചോണ്ടല്ലേ അവിടെ കഴിഞ്ഞ ശേഷം കിട്ടിയില്ല. എത്ര മറിക്കാൻ ശ്രമിച്ചാലും അത് താഴെത്തട്ടിലെ വോട്ടുകൾ അങ്ങനെ മറിയില്ല. അല്ല, സുരേന്ദ്രൻ പിണറായി വിജയനെ താങ്ങി നിർത്തിയിട്ടുള്ള ഒരു ശക്തിയാണ് BJPയില്. അതിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റിയുള്ളതാണ്. ആ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ നേരിട്ടായി ഡീലിങ് ഇടനിലക്കാരൊന്നും വേണ്ട. അപ്പൊ നമ്മള് മഞ്ചേശ്വരത്തെ പറ്റി പറയുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ പ്രകാരം അവിടെ വൻ ഭൂരിപക്ഷത്തിന് AKM അഷ്റഫ് വിജയിക്കുമെന്നാണ് നമ്മൾ കൂടുതൽ അത് നമുക്ക് വിട്ടേക്കാം. രണ്ടാമത്തെ കാസർഗോഡ് അവിടെ UDF വിജയിക്കാന്ന് നമ്മൾ പുറത്ത് നോക്കണ്ട. പിന്നെ ഉദുമയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈക്വൽ ഫൈറ്റ് ആണ് നടക്കുന്നത് എന്നാണ് CPM സർവേ. കഴിഞ്ഞ വർഷം 13,000 വോട്ടിനടുത്ത് ജയിച്ച സ്ഥലമാണ്. അത്രയും ട്രെൻഡ് ഉണ്ടായിട്ടും കോൺഗ്രസിലെ പടലമുടക്കങ്ങൾ 12,000 മേലെ വോട്ടിനാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അന്ന് 12,000 എല്ലാ ഇതിലൊക്കെ താഴോട്ട് പോകുന്നതാണ്. കോൺഗ്രസിന്റെ അകത്തുണ്ടായ പ്രശ്നങ്ങൾ നീലകണ്ഠനാണെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തലയുടെ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അവിടുത്തെ റിപ്പോർട്ട് പ്രകാരം ഈക്വൽ ഫൈറ്റ് CPM റിപ്പോർട്ടേ, നമ്മൾ വേറെ റിപ്പോർട്ട് CPM റിപ്പോർട്ട് പ്രകാരം അവിടെ ഈക്വൽ ഫൈറ്റ് ആണ്. അല്ല, ഈക്വൽ ഫൈറ്റ് ഉള്ളിടത്ത് വരാൻ പോകുന്ന ഒരു പ്രത്യേകത, ഏത് ഭാഗത്തേക്ക് അനുകൂലമായിട്ടാണോ ചായ്വ് ട്രെൻഡ്, ആ ട്രെൻഡ് ഈക്വൽ ഫൈറ്റ് ആ ട്രെൻഡ് അനുസരിച്ച് നിൽക്കും. ട്രെൻഡ് നമ്മൾക്ക് വളരെ വ്യക്തമാണ്. മാതൃഭൂമി സർവേ എടുക്കാം. ഇവിടെ UDF അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ സർവേയിൽ എടുക്കാം. 57.6% ഭരണവിരുദ്ധ വികാരമാണെന്ന് അവർ പറയുന്നത്. 38% മാത്രമേ അനുകൂലമുള്ളൂ, പിണറായിക്ക് അനുകൂലമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ UDF ആണ് വിജയിക്കേണ്ടത് എന്നുള്ള ചിന്താഗതിയാണ് നാട്ടുകാർക്ക്. കാരണം BJP എന്തായാലും വരില്ല. BJPയുടെ അതുകൊണ്ടാണ് വേണ്ടാത്തത്. BJPക്കാരടക്കം വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ആർക്ക് UDFന്. അപ്പം നമ്മൾ അവിടുത്തെ കാര്യം കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് തിരിഞ്ഞു നോക്കണ്ട. അവിടെ LDFന് വിജയിക്കും എന്നുള്ള റിപ്പോർട്ട് കൃത്യമായി CPI സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം CPI ആയതുകൊണ്ട് അവിടുത്തെ ഗ്രൂപ്പ് CPMലൊന്നും ഗ്രൂപ്പ് അത്ര പ്രകടമായി വരികയില്ല. പിന്നെ തൃക്കരിപ്പൂരില് ഇന്ന് ഫൈറ്റാണ്. തൃക്കരിപ്പൂരിൽ ഫൈറ്റ് ടൈറ്റ് എന്നല്ല CPM റിപ്പോർട്ട് പറയുന്നത്.
അവിടെ സന്ദീപ് വാര്യർ വിജയിക്കുന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയ സ്ഥലമാണ്. അതിനുശേഷം ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF അത് മറികടക്കാൻ ഭരണവിരുദ്ധ വികാരവും പ്ലസ് ഇപ്പം ഇന്നലെ അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായത്. അതാണ് അതിന്റെ സിമ്പല്. കാരണം CPM അണികൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു, സന്ദീപ് വാര്യരെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തെ ഫിസിക്കലായിട്ട് തടസ്സപ്പെടുത്താൻ ഉള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിരിക്കുക പലയിടത്തും. ഇപ്പൊ സന്ദീപ് വാര്യർ അവിടെ ഇന്നലെ അറ്റാക്ക് ചെയ്തൊരു ഹോസ്പിറ്റൽ, അതിന്റെ ഒരു സഹതാപ തരംഗം ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭം, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പോയപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭം, പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ തൃക്കരിപ്പൂർ ചിലപ്പോൾ 10-15,000 വോട്ടിന് ഈ സന്ദീപ് വാര്യർ ജയിച്ചാൽ ഒരു വിസ്മയം സംഭവിക്കാം. ഒരു വിസ്മയം നമുക്ക് തൃക്കരിപ്പൂരിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേയിലും പറയുന്നത്. അപ്പം നമ്മുടെ VD സതീശന്റെ ആദ്യത്തെ കണക്കൂട്ടലിൽ 3 സീറ്റുകൾ UDF വിജയിക്കുന്നു, 1 സീറ്റിൽ ഈക്വൽ ഫൈറ്റ്, 1 സീറ്റിൽ മാത്രമാണ് LDF വിജയിക്കുന്നത്. അതെ. ഇനി അടുത്തത് നമ്മൾ കണ്ണൂർക്ക് കടക്കുമ്പോൾ പയ്യന്നൂരാണ്. പയ്യന്നൂർ ചരിത്രം 49,000 മേലെ കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ് A മധുസൂദനൻ. അവിടെയാണ് ഇപ്പം V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്. പ്രശ്നം പയ്യന്നൂര് കിട്ടിയ ഭൂരിപക്ഷം തന്നെ ഏറെക്കുറെ പിണറായി വിജയന് കിട്ടിയ ധർമ്മടത്ത് കിട്ടിയ ഭൂരിപക്ഷം ഈക്വലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ശക്തി കോട്ടയാണ് പയ്യന്നൂര്. ആ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിള്ളൽ ചെറുതൊന്നുമല്ല. 2 വികാരമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ ഇവിടെ മാർക്സിസ്റ്റ് സർവേയിൽ പറയുന്നത് അവിടെ ഈക്വൽ ഫൈറ്റ് എന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും അത്ഭുതം. മാർക്സിസ്റ്റ് സർവേയിൽ ഞെട്ടിച്ച കാര്യം ഈക്വൽ അവിടെ ഫൈറ്റ് ആണ്, ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല എന്നതാണ്. പയ്യന്നൂര് അവിടെ 49,000 വോട്ടല്ലേ ഉള്ളത്. അത് മറിഞ്ഞിട്ട് കുറെ കാലമായി. കാരണം അത് കാലഘട്ടം കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുള്ള സ്ഥലമാണ്. LDF-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായപ്പോൾ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളൂ LDF-ന്. ഇനി ഏറ്റവും രസം എന്താ അറിയോ, V കുഞ്ഞികൃഷ്ണൻ പിടിച്ചുകൊണ്ടോണ വോട്ട് ഉണ്ടല്ലോ, V കുഞ്ഞികൃഷ്ണൻ പിടിച്ചുകൊണ്ടോണ വോട്ട് ഏറ്റവും 15-20 എന്നാണ് ഇപ്പൊ കണക്കൂട്ടുന്നത്. 15,000-നും 20,000-നും ഇടയിൽ അദ്ദേഹം വോട്ട് പിടിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? V കുഞ്ഞികൃഷ്ണൻ ഭരണവിരുദ്ധ വികാരവും കൂട്ടുമ്പോൾ അവിടെ അട്ടിമറി വിജയം നേടാം പയ്യന്നൂര്. അവിടെ കുഞ്ഞികൃഷ്ണന്റെ നിലപാടനുസരിച്ച് അവിടുത്തെ CPM അനുഭാവികളുടെ CPM വോട്ടേഴ്സിൻ്റെ മുമ്പിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, തങ്ങൾ വിൽക്കപ്പെട്ടു എന്നുള്ള സംഭവം അവർക്കറിയാം. രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യം ഉൾപ്പെടെ ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിൽക്കാൻ വേണ്ടി ഇനി നിന്നു കൊടുക്കണമെന്ന് അവിടുത്തെ വോട്ടർമാർ ആലോചിച്ചാൽ മധുസൂദനൻ്റെ കാര്യം കട്ടപ്പോകയാണ്. വിൽക്കണം, CPM ആളുകൾ വിൽക്കാൻ നിന്നു കൊടുക്കാൻ തയ്യാറാകാതെ വന്നു കഴിഞ്ഞാൽ പോയി. ഇനി ഒറ്റൊരു തളിപ്പറമ്പാണ്. നമ്മളെ ശ്യാമളയെ കൊണ്ട് നിർത്തിയിട്ട് കേരളത്തിൽ കംപ്ലീറ്റ് CPM അണികളുടെ ഇടയിൽ അടക്കം വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് തളിപ്പറമ്പ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ, CPM-ന്റെ സർവേ പ്രകാരം അവിടെ തോൽക്കുന്നു എന്നുള്ളതാണ്. അത് ഗോവിന്ദൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം അംഗൻവാടിയുടെ SFIയുടെ ബാലസംഘം സെക്രട്ടറി അവരെ വിളിച്ച് സഹായിക്കണം എന്ന് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് ദയനീയമാണ്. അത്രയും ദയനീയമാണെന്ന് മാത്രമല്ല, TK ഗോവിന്ദൻ എന്ന് പറയുന്ന ശക്തനായ അടിവേരുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന CPM-ന്റെ അടിത്തട്ട് വരെ ബന്ധമുള്ള ആളാണ് ഇപ്പം തളിപ്പറമ്പിൽ വന്നത്. ഇങ്ങനത്തെ ഒരു ഷോക്ക് മാർക്സിസ്റ്റ് പാർട്ടി വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സ്വാത്തികനെ ഒരു കുറ്റം പറയാനില്ല അയാളെ പറ്റിയിട്ട്. അപ്പൊ അല്ല, അങ്ങനൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ തമാശന് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പാർട്ടിയെ പറ്റി CPM-നെ പറ്റി എന്താ ഒരു ചുക്കും അറിയത്തില്ല എന്ന് പറയുന്നത്. ആ ചുക്കും അറിയത്തില്ല എന്ന് പറയുന്നതല്ല, TK ഗോവിന്ദൻ്റെ കാര്യത്തിൽ ചുക്ക് മാത്രമല്ല തേങ്ങായും വാഴക്കൊലയും എല്ലാം അറിയുന്ന ആളാണ്. CPM-ന്റെ എല്ലാ അടിത്തട്ട് വരെ അറിയുന്ന ഒരാളാണ്. ഇത്രയും വിണ്ട കീറിയ മാതിരി ഭൂമികളൊക്കെ ഉണ്ടായ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് മാർക്സ്വാടി തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തളിപ്പറമ്പിൽ ആദ്യമായിട്ട് അവിടെ UDF വിജയിക്കുന്നു എന്ന് ആര് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്? CPM ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദൻ വിളിച്ച് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഇരിക്കൂറിലേക്ക് എടുക്കാം. ഇരിക്കൂറിൽ നമ്മള് സജി ജോസഫ് അല്ലെ, കോൺഗ്രസ് സ്ഥാനാർത്ഥി, നമ്മൾ പറയേണ്ട 27,000 വോട്ടിന് അവിടെ ജയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി സർവേയിൽ 27,000 വോട്ടിന് മേലെയാണ് അവിടെ വിജയിക്കുന്ന പറയുന്നത്. പേരാവൂരിൽ ശൈല ടീച്ചർ തോൽക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു.
കാരണം ശൈലജ നോക്കാൻ വേണ്ടി അവിടെ കൊണ്ടിട്ടേ കൊല്ലാൻ വേണ്ടിട്ടാണല്ലോ. പിണറായി വിജയൻ എങ്ങനെയാലും 10 വോട്ട് അതും കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വോട്ടിന് ഭൂരിപക്ഷം ചിലപ്പോൾ മൃഗീയ ഭൂരിപക്ഷം തന്നെ ഇരിക്കും ഇത്തവണ ജയിക്കുക. കഴിഞ്ഞ തവണ വടകരയില് 1.25 ലക്ഷത്തിനാണ് തോൽപ്പിച്ചതും കൂടി ഉണ്ട്. CPM വോട്ട് കൂടെ മറച്ചിട്ടാണല്ലോ ശൈലജ ടീച്ചർ ഒരു മണ്ണാങ്കട്ടയും അല്ല. അതായത് മട്ടന്നൂരിലെ വിജയം 60,000 വോട്ടിന് വിജയം ഉണ്ടാക്കിയതാണ് പിണറായി വിജയൻ. ഏറ്റവും എന്നെക്കാൾ വലിയൊരു ആളോ ഇവിടെ കേരളത്തിൽ? ഞാൻ അതിലപ്പുറത്ത് എനിക്ക് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരുമ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുതലാണ് ശൈലജ ടീച്ചർക്ക്. അതെങ്ങനെ സഹിക്കും പിണറായി വിജയൻ? അല്ല, അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടുള്ള അവരെ എന്തൊക്കെ വെട്ടി? അവരെ ആദ്യം മന്ത്രിസ്ഥാനത്ത് വെട്ടി, കോവിഡ് റാണി സ്ഥാനത്ത് വെട്ടി, പിന്നെ കൊണ്ടുപോയിട്ട് അവരെ തോൽപ്പിച്ച് അവർക്ക് യാതൊരു ജനപിന്തുണയില്ല കാണിക്കാൻ വടകരെ കൊണ്ടിട്ട് മാത്രമല്ല അവരെ കൊണ്ട് തെറ്റായ പൂർണ്ണമായ കള്ളത്തരം നിറഞ്ഞ ആരോപണം പറയിപ്പിച്ച് അവരുടെ ക്രെഡിബിലിറ്റി മുഴുവൻ ഇല്ലാതാക്കിയില്ലേ. പിന്നെ അടുത്തത് ഇപ്പതാ പേരാവൂർ കൊണ്ടിട്ടിരിക്കുകയാണ്, ചെന്നായന്റെ വായലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ പാർട്ടിയുടെ റിപ്പോർട്ട് പ്രകാരം അവിടെ ശൈലജ ടീച്ചർ തോൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അടുത്തത് നമുക്ക് എടുക്കാവുന്നത് കണ്ണൂർ സിറ്റിയാണ്. കണ്ണൂർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു 10,000-ലേറെ വോട്ടിന് UDF വിജയിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ പറയാനുള്ളത്. അതായത് അതിനെപ്പറ്റി നമ്മൾ അധികം സംസാരിക്കണം. അഴീക്കോടാണുള്ളത്. അഴീക്കോട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇത്തവണ UDF വിജയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നും എല്ലാ സമയത്തും നല്ല പോരാട്ടം, ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷ ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് UDFന്റെ LDFന്റെ CPMന്റെ സർവേയിലുള്ളത്. പിന്നെ നമുക്കുള്ളത് തലശ്ശേരിയാണ്. ഈ തലശ്ശേരി LDF വിജയിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു 5,000-നും 10,000-നും ഭയങ്കരമായ പോളിംഗ് അവിടെ കുറയാൻ സാധ്യതയുണ്ട്. MN ഷംസീർ എന്തൊക്കെ പണി ഒപ്പിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഈ പിണറായി MN ഷംസീറിനെ വെട്ടാൻ കാരണം എന്താ? മുഹമ്മദ് റിയാസിന് ഒരു ബദലായിട്ട് വേറൊരു മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാവരുത്. ശക്തനായ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്നാൽ ഈ മുഹമ്മദ് റിയാസിനെക്കാളും പാരമ്പര്യവും വർഷങ്ങളായി വിജയിച്ചുള്ള പാരമ്പര്യവും ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ് MN ഷംസീർ. സ്പീക്കറായ ആളാണ്. പിണറായി ഏതെങ്കിലും കാരണവശാൽ ഭരണം കിട്ടുകയാണെങ്കിൽ റിയാസിനെ വെട്ടിയിട്ട് MN ഷംസീറിന് കൊടുത്തേ പറ്റുള്ളൂ. അത് കലാപം ഉണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് MN ഷംസീറിനെ വെട്ടിയത്. അത് കാരായി രാജന് കൊടുത്ത വഴി ഗുണ്ട മാഫിയയ്ക്ക് കൊടുക്കുന്നു എന്നും കൂടെ ഒരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഗുണ്ടകളുണ്ട് അവിടെ. ഇതുവരെയുള്ള റിപ്പോർട്ട് പറയാം CPM ജയിക്കും എന്നുള്ളതാണ്. CPMന്റെ റിപ്പോർട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് ധർമ്മടത്തേക്കാണ്. ധർമ്മടം ജയിക്കട്ടെ റിപ്പോർട്ട്. കാരണം നിയമസഭയിൽ 5,000-14 നിയമസഭയിൽ അങ്ങേര് വേണം. അപ്പം നിങ്ങൾ ഉടനെ പെട്ടെന്ന് ആകരുത്. ഇതെല്ലാം അനുഭവിച്ചേ മരിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരള നിയമസഭയിൽ വേണം. 5,000-10,000 വോട്ടാണ് അവിടെ. ഭൂരിപക്ഷം 10 വോട്ടാണ് അവിടെ വിജയിക്കുന്ന പറയുന്നത്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അടുത്തതുള്ളത് മട്ടന്നൂരാണ്. മട്ടന്നൂരും 3,000-നും 5,000-നും ഇടയിൽ LDF ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ 60,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. കഴിഞ്ഞ മട്ടന്നൂര് ശൈലജ ടീച്ചറിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ മട്ടന്നൂർ എന്താ സംഭവിക്കുന്നത് എണ്ണിക്കഴിഞ്ഞു തിരിച്ച പണി ശൈലജ ടീച്ചറും കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ UDF വിജയിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമുക്ക് എടുക്കാവുന്നത് കല്യാശ്ശേരി. നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കല്യാശ്ശേരി അവിടെ LDF വിജയിക്കുള്ളൂ. നമ്മുടെ EK നായരുടെ നാട് അല്ല, മറ്റേ വാര്യർ മത്സരിക്കുന്ന കല്യാശ്ശേരി അല്ല, വാര്യർ മത്സരിക്കുന്ന തൃക്കരിപ്പൂർ. കല്യാശ്ശേരി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും സീറ്റുകളിൽ 11 സീറ്റുകളിൽ 5 സീറ്റുകൾ UDF നേടുന്നു. ഏതൊക്കെയാണ്? 5 അതിൽ കൂടുതലോ? കാരണം പയ്യന്നൂര് ഈ പയ്യന്നൂർ എന്താണെന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തളിപ്പറമ്പ്, കണ്ണൂര്, ഇരിക്കൂറ്, പിന്നെ അഴീക്കോട്, പേരാവൂർ 5 സീറ്റുകളാണ് UDF വിജയിക്കാന്ന് ആര് പറഞ്ഞത്? CPM പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ വയനാട്ടിലേക്ക് കിടക്കാം. ഇപ്പൊ 16 സീറ്റിൽ 8-8 വയനാട് പറയണോ? 16 സീറ്റിൽ 8-8 നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോവാം. വയനാട്ടില് 3 സീറ്റിൽ അതിനകത്ത് 2 സീറ്റായാലും ഉറപ്പുള്ള കാര്യം എല്ലാവരും പറയുന്നുണ്ട്. അല്ല, 3 സീറ്റിൽ 1 സീറ്റ് LDF ജയിക്കുന്നൊക്കെയാണ് സർവേ പറഞ്ഞത്. പക്ഷെ കേളു നല്ല സ്ഥാനാർത്ഥിയാണ് അവിടെ. കേളുകെട്ടാൻ മാനന്തവാടിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ വലിയ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും അട്ടിമറി മാർക്സിസ്റ്റ് സർവേയിലും കടന്നു പോയിട്ടുണ്ടെങ്കിലും, പക്ഷെ മാർക്സിസ്റ്റ് സർവേ പറയുന്നവർ അവിടെ 3 സീറ്റും മാനന്തവാടി UDF വിജയിക്കുന്നതാണ്. കേളുകെട്ടിന്റെ പ്രശ്നമാണ്. അവിടെ ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും അവിടെ തഴയപ്പെട്ട വേറൊരു കൊള്ളാവുന്ന നേതാവുണ്ട്, ശശീന്ദ്രൻ.
ആ എഫക്റ്റ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും 3 സീറ്റ് അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച 50,000 വോട്ടാണ് UDF-ന് ഭൂരിപക്ഷം. അവിടെ അതാ പറഞ്ഞത്, ആ ട്രെൻഡ് അവിടെ വയനാട് വരെ മാറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലത്ത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. ഇനി അടുത്തത് നമുക്ക് കോഴിക്കോട്ടെ ആദ്യം നമുക്ക് ഐശ്വര്യമായിട്ട് വടകര തന്നെ നടക്കും. വടകര നമ്മൾ മുന്നോട്ട് പോകണ്ട, വടകര വൻ വിജയം നേടുന്നു പറഞ്ഞു കഴിഞ്ഞു CPM സർവേയിൽ. അതിന് അടുത്ത ഒരു കാലഘട്ടത്തിൽ തോൽക്കാത്ത നാദാപുരം, അതേപോലെ കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ഇതിനെല്ലാം ഉറപ്പായിട്ടും സീറ്റുകൾ ഒറ്റയടിക്ക് UDF-ലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനകത്ത് പ്രവീൺ കുമാറാണ് ഇവിടെ മത്സരിക്കുന്നത്, ഇവിടെ കൊയിലാണ്ടി മത്സരിക്കുന്നത്. പിന്നെ നമ്മുടെ രമയാണ് വടകരയിലുള്ളത്, തീപ്പരി. പിന്നെ അടുത്തത് അഭിജിത്താണ് നമ്മുടെ നാദാപുരം ഐശ്വര്യ അടികൊണ്ട നേതാവ്. പിന്നെ ബാലുശ്ശേരി മത്സരിക്കുന്നത് സച്ചിൻ ദേവാണ്, ആര്യരാജന്റെ ഭർത്താവാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ബാലുശ്ശേരി 15,000 വോട്ടിന് പിന്നിലാണ് ഇടതുപക്ഷം. ആ ചരിത്രത്തിൽ ആദ്യമാണ്. പിന്നെ നമുക്ക് കാണേണ്ടത് എലത്തൂരാണ്. എലത്തൂര് കിളവനെ കൊണ്ടിട്ടിട്ട് വനം വകുപ്പ് വഴി എല്ലാം നശിപ്പിച്ച വന്യമൃഗങ്ങളുടെ ശല്യം മാത്രമല്ല, നാട്ടിലും ശല്യമാണ്. പിന്നെ അധികം അല്ല, അത് ഒരു നമ്മുടെ മലയാളത്തിലെ പ്രമുഖ TV ചാനലുകാരുടെ സ്ഥാനാർത്ഥിയാണ്. ആ മരമുറി കേസ് ഒഴുക്കി കൊടുത്ത ട്രീ കട്ടർ ചാനലിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മാതിരി ട്രീ കട്ടർ നമ്മളെ ആര് ജയശങ്കറും പറയുന്ന മാതിരി ട്രീ കട്ടർ ചാനലിന്റെ ഞാൻ പറയുന്നില്ല. എന്തായാലും അവരുടെ സ്ഥാനാർത്ഥി, എനിക്ക് അവരോട് വേറെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അപ്പൊ ആവട്ടെ, കോഴിക്കോട് 13 സീറ്റിൽ 13 സീറ്റും UDF വിജയിക്കും എന്നുള്ളത് മാത്രമല്ല, 2 സീറ്റ് മാത്രമാണ് പ്രശ്നമായിട്ട് അവർ കരുതുന്നത്. അല്ലാതെ ബാക്കി 13 സീറ്റിൽ റിയാസ് അല്ല, ഇന്നലെ വേറെ ഭയങ്കര മഹാത്ഭുതമാണ്. 1:30 മണിക്ക് രാത്രി 1:30 മണിക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങുകയും അൻവറും ഇറങ്ങുകയും ബേപ്പൂർ ഇളകി മറഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ വാർത്ത. നമുക്ക് പ്രത്യേകമായി വാർത്ത ചെയ്യേണ്ട ഒരു സാധനമാണ്. വൻ ജനാവലിയായിരുന്നു. എവിടുന്നാ വന്ന 1:30 മണിക്ക് ജനങ്ങൾ ഷാഫി പറമ്പലിന് ഇത്രയധികം ക്രൗഡ് പുള്ളർ ആയി മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ 75ഓളം സ്ഥലങ്ങളിലാണ് അദ്ദേഹം ഈ റോഡ് ഷോ നടത്തുന്നത്. 75 സ്ഥലത്തും രാത്രി മൈക്കില്ലാതെയും. ഷാഫി പറമ്പലിനെ മാത്രം കാണാതെ വേറൊരാളോട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഈസ് നമ്മൾ കാണുന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു മുന്നേറ്റമാണ് കാണിക്കുന്നത്. അടുത്ത ആന്റണി കരുണാകരനായിട്ട് ചാണ്ടി ഉമ്മനും മറ്റേ ഷാഫി പറമ്പനും വരാൻ രണ്ടുപേരും കൂടെ ചോദിച്ചാൽ, രണ്ട് ഭാഗത്ത് ചോദിച്ചാൽ അങ്ങോട്ട് മുന്നോട്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരികയും അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ തിരുത്തി ക്ലിയർ ചെയ്ത് വരികയും ചെയ്താൽ തീർച്ചയായും 3 പേരും കൂടെ കൂടിയാൽ അടുത്ത UDF-ന്റെ കോൺഗ്രസിന്റെ 3 ശക്തിദുർഗങ്ങളായി മാറും. അതാണ് VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ വളർത്തിയ ചെറുപ്പക്കാരുണ്ട് ഇവിടെ, ഇന്ന് അടുത്ത തലമുറ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. കോഴിക്കോട് സീറ്റ് 13 സീറ്റും 2 സീറ്റിലാണ് ആപ്പാടെ ചെറിയ ടെസ്റ്റുകൾ പറയുന്നത്. ബാക്കി 13 സീറ്റും ചരിത്രത്തിൽ ആദ്യമായി CPM-ന് നഷ്ടപ്പെടാൻ പോകുന്നു. കാരണം ഇന്നേ വരെ കണ്ണൂരിനേക്കാൾ ശക്തമായ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ശരിക്കും ആ കോഴിക്കോട് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം പൊട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം എതിരാണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പലിൻ്റെ ഒരു വരവും രമയുടെ പ്രത്യേകമായിട്ടുള്ള അവിടുത്തെ വർക്കും. ഷാഫി പറമ്പൽ, രമ, പ്രവീൺ കുമാറിനെ നമ്മൾ കാണേണ്ടതാണ്. കൈ പൊട്ടിയിട്ട് അദ്ദേഹം മെഡിക്കൽ കോളേജ് സമരം നടത്തി. നാദാപുരത്ത് നിന്ന്. പിന്നെ ഏറ്റവും നമ്മൾ ഒരു ആളെ പേര് പ്രത്യേകം എടുത്ത് പറയേണ്ടത്, കോഴിക്കോട് നോർത്തിലാണ് കഴിഞ്ഞ വർഷം 5000 വോട്ടിനാണ് ഭൂരിപക്ഷം ആർക്കുള്ളത്, LDF-നുള്ളത്. എന്നാൽ അവിടെ കൊണ്ടിരിക്കുന്നത് ജയന്ത് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോട് നോർത്തിൽ നിന്ന് ആ ആള് ആദ്യത്തിന് ഗുരുവായൂരപ്പൻ കോളേജിലെ കംപ്ലീറ്റ് സഹപാഠികൾ കൂടെ പഠിച്ചിരുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതിൽ പാർട്ടിയൊന്നുമില്ല, കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, CPM-കാരുണ്ട്, ലീഗുകാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാവരും ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ കുടുംബങ്ങളിൽ ആ നാട്ടിലുള്ള കോഴിക്കോട് മുഴുവൻ എല്ലാ മേഖലയിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തെ സുരേഷ് കുറുപ്പിന് വേണ്ടി അതേപോലെ തന്നെ അപ്പൊ അവിടെ ഒരു ആപ്പാടെ ഒരു സംശയമുള്ള സീറ്റ് നോർത്ത് ചെയ്തു, കോഴിക്കോട് നോർത്ത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് അവിടെ അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ. അത് ആര് പറയുന്നതാണ്? നമ്മുടെ CPM സർവേയിലുള്ള കാര്യമാണ്. വളരെ കൃത്യമായി പറയുന്നത് ജയന്ത്
ന്റെ പ്രവേശനം അവിടെ ഭീഷണിയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സീറ്റും നഷ്ടപ്പെടാം. 13 ആ സീറ്റിലാണ് ഈക്വൽ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് CPM വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിന് 13 സീറ്റും UDF കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മള് മലപ്പുറത്തെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 16 സീറ്റിലാകെ 2 സീറ്റിൽ മാത്രമാണ് നമ്മൾ പറയണത് തവന്നൂരാണെന്ന്. തവന്നൂര് ജോയി മത്സരം ഇറങ്ങിയോട് കൂട്ടിയിട്ട് ഇത്തവണ അവിടെ ആ അട്ടിമറി നടക്കാൻ പോവുകയാണ്. KT ജലീലിന്റെ പൊന്നാനി CPM-ന്റെ അടിയിൽ തന്നെ അടിയാണ്. അവിടെ UDF വിജയിക്കുന്നുള്ളത് ആര് പറയുന്നത്? CPM സർവേയിലുള്ള കാര്യമാണ്. അപ്പൊ CPM സർവേയിലുള്ള കാര്യമാണ്. അപ്പം നമുക്ക് മലപ്പുറം വരെയുള്ള, അതായത് മലപ്പുറം 16, കോഴിക്കോട് 13, 29, കണ്ണൂര് 11, 40, പിന്നെ വയനാട് 3, 43, പിന്നെ 5 സീറ്റ് കാസർഗോഡ്. 48 സീറ്റില് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ 30 പാലക്കാടും കൂടെ പറഞ്ഞെടുത്ത് 60. അപ്പൊ നമുക്ക് പാലക്കാടും കൂടി എടുക്കാം. പാലക്കാട് 12 സീറ്റാണ്. 12 സീറ്റില് നമ്മളെ പാലക്കാട് സീറ്റ് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന CPM സർവേ പറയുന്ന കാര്യമാണ്. CPM സർവേയിൽ പറയുന്നു ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. അത് ചിലപ്പം CPM-ന്റെ വോട്ട് കൂടി മോളുള്ള നിർദ്ദേശപ്രകാരം മറക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ടായിരിക്കാം. നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിലും കേരളത്തിലെ 10 സീറ്റുകളിൽ മഞ്ചേശ്വരത്തടക്കം വോട്ട് മറക്കണമെന്ന് നമ്മളെ നരേന്ദ്രമോദിന്റെ കാല് പിടിച്ചപ്പം പിണറായിയുടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 130 സീറ്റ് ഞങ്ങൾ വോട്ട് ചെയ്തുതരാം, പക്ഷെ 10 സീറ്റ് വിജയിപ്പിച്ച് കാണിച്ചു തരണം, ഇല്ലെങ്കിൽ തൂക്കിയെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ പാലക്കാട് ആ വോട്ട് മറക്കുമായിരിക്കാം. ഇതില് CPM-ന് BJP അല്ലാതെ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കും. മോഡിക്ക് കൊടുത്ത മുഴുവൻ ഉറപ്പും CPM-ന് പാലിച്ചേ പറ്റൂ. കാരണം ഇവിടെ ജയിച്ചാലും തോറ്റാലും മോഡി അവിടെ കാണും. അപ്പോൾ എങ്ങനെയെങ്കിലും മോഡിയെ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. തോറ്റാൽ ഈ കേസൊക്കെ പിന്നെ നിലനിൽക്കുമല്ലോ. പല കേസുകൾ തോറ്റു കഴിഞ്ഞ് പിണറായി വിജയൻ്റെ അടുത്ത തലമുറ വരെ നിൽക്കുന്ന കേസുകളാണ് പലതും ഉള്ളത്. രാവിലെ തന്നെ എത്ര ആൾ നീണ്ടു, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. എത്ര 9 വർഷമാണ് ആലോചിച്ച് നോക്കൂ. 80 തവണയാണ് സുപ്രീം കോടതിയിൽ ഇരുന്ന് മാറ്റിയത്. അല്ല, നമ്മുടെ ജുഡീഷ്യറിയെ പോലും ഒന്നല്ലാതെ കാണിക്കും. ജുഡീഷ്യറി പോലും നാണം കെടുകയാണ് ഇതിൻ്റെ അകത്ത്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ജുഡീഷ്യറി എന്ന് പറയുന്ന, എന്റെ സംബന്ധിച്ചൊക്കെ ജീവിതത്തിൽ ജുഡീഷ്യറി ഇല്ലെങ്കിൽ ഞാൻ ജയിലിലില്ല. ജുഡീഷ്യറി കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാനൊക്കെ ജീവനോടെ ഇരിക്കുന്നത്. 99 മുതൽ ഞാൻ അന്ന് മുതലാണ് മനസ്സിലാക്കുന്നത്. ഈ സത്യം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ജയിലിൽ പോകേണ്ടിയിരുന്ന് പഠിച്ചത് 99-ലാണ്. അപ്പം നമ്മൾ പാലക്കാടേ കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പാലക്കാട് BJP അക്കൗണ്ട് തുറക്കുന്നു എന്ന് പറയുന്നത് പാലക്കാടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളെ. നിയമം പോലും ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വളരെ അതിശക്തമായി ആണെന്നുള്ള ഞാൻ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. CPM സർവേ പ്രകാരം ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത മണ്ണാർക്കാട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മണ്ണാർക്കാട് ഷംസുദ്ദീൻ വിജയിക്കും. പട്ടാമ്പി UDF പിടിച്ചെടുക്കുന്നു എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി സർവേയിൽ പറയുന്നത്. മുമ്പ് CP മുഹമ്മദ് ജയിച്ച സ്ഥലമാണ്. പിന്നീട് ഇപ്പൊ TP ഷാജി ശക്തമായ രൂപത്തിൽ മുന്നേറുന്നു, അവിടെ വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത് CPM സർവേയില്. തൃത്താല അതേപോലെ രാജേഷ് വിജയിക്കുന്നു, രാജേഷ് തോൽക്കും, ബലറാം വിജയിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാരുടെ സെറ്റില് വേറെ ബലറാം അവിടെ വിജയിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. വേറെ സീറ്റ് എന്ന് പറയുന്നത് ഷൊർണൂർ ഈക്വൽ ഫൈറ്റ് എന്നുള്ളതാണ്. CPM ജയിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒറ്റപ്പാലം ഈക്വൽ ഫൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PK ശശി ഈക്വൽ ഫൈറ്റ് നടത്തും. ഷൊർണൂർ CPM ജയിക്കുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. CPM ജയിക്കുന്നത് തന്നെയാണ് CPM സർവേയിലുള്ളത്. അതേസമയത്ത് ഇവിടെ ഒറ്റപ്പാലത്ത് CPM ഇവരെ ഈക്വൽ ഫൈറ്റ് എന്നാണ് ഒറ്റപ്പാലം പറഞ്ഞിരിക്കുന്നത്. പിന്നെ തരൂര്, ആലത്തൂര്, കോങ്ങാടില്ല. തരൂര് അല്ല, അവിടെ UDF വിജയിക്കുന്നു. ഇത്തവണ UDF വിജയിക്കുന്നു. കോങ്ങാട് അവിടെ ആരാ മത്സരിക്കുന്ന അറിയോ? തുളസിയാണ് മത്സരിക്കുക. ആരുടെ ഭാര്യ? ശ്രീകണ്ഠന്റെ ഭാര്യ. അവിടെ ഇത്തവണ കോങ്ങാട് UDF പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിറ്റൂരാണ് UDF പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം. ചിറ്റൂർ അവിടെ മുമ്പത്തെ അച്യുതന്റെ മകൻ ആണ് മത്സരിക്കുന്നത്. ചിറ്റൂര് 2 പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൃഷ്ണൻകുട്ടിയും കോൺഗ്രസ് അച്യുതനും. ഈ 2 പാർട്ടികൾ ഇപ്പം കൃഷ്ണൻകുട്ടി രംഗത്തുനിന്ന് മാറി. ഇനി മറ്റേ കോൺഗ്രസ് അച്യുതൻ മാത്രമേ ഉള്ളൂ. അച്യുതന്റെ മകൻ സജീവമായിട്ടുണ്ട്. അപ്പം അദ്ദേഹം വിജയിക്കുന്നു എന്നാണ് CPM റിപ്പോർട്ട്. അതായത് പാലക്കാട് നമ്മൾ LDF BJP പോയി. മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല, പിന്നെ കോങ്ങാട്, പിന്നെ ചിറ്റൂര് 5 സീറ്റ്.
5 സീറ്റുകളാണ് അവിടെ. അല്ല, പാലക്കാട് 4 കിട്ടിയപ്പോഴും വളരെ നേട്ടം, വലിയ നേട്ടം. അല്ല, മൊത്തം 12 സീറ്റിൽ 5 സീറ്റിൽ ഇത്, പിന്നെ 2 സീറ്റിൽ ഈക്വൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ ശക്തമാണ്. ഒരു സീറ്റ് BJPക്ക്. അല്ല, അങ്ങനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്ര സീറ്റ് കിട്ടുന്നില്ല. 5 6 6 കിട്ടുന്നു. 6 5 സീറ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ട് മാറാം. അങ്ങനെ ഒന്ന് പറയുന്നത് പിന്നെ അവിടെ നിർണായകമായ ഒരു സീറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇദ്ദേഹം മത്സരിക്കുന്ന മലമ്പുഴ ഈക്വൽ ഫൈറ്റ് സുരേഷ് മലമ്പുഴ ഈക്വൽ ഫൈറ്റ് എന്ന വിട്ടുപോയ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. മലമ്പുഴ ഈക്വൽ ഫൈറ്റ് എന്നാണ് പറഞ്ഞത്. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ ആളുകളെല്ലാം, പഴയ ആളുകളെല്ലാം, VS അച്യുതാനന്ദൻ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ആളുകളെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോണു എന്നുള്ളതാണ്. പിന്നെ BJPയിലെ ഒരു വിഭാഗം ആളുകൾ വോട്ട് ഇദ്ദേഹത്തിന് മറച്ചു കൊടുക്കുന്നു എന്നുള്ളതും കൂടി പ്രത്യേകതയുണ്ട് എന്നുള്ള വാർത്തയും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മലമ്പുഴ എങ്ങനെയായി തീരും നമുക്ക് അറിയാൻ പറ്റില്ല. സുരേഷ് ജയിക്കുമല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഈക്വൽ ഫൈറ്റ് ആണ്. നെന്മാറ ആലത്തൂരും ആലത്തൂർ ഷൊർണൂർ മുൻതൂക്കം അവർ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് CPM സർവേയിൽ പറയുന്നത്. ഇതിന്റെ ലാസ്റ്റ് മിനിറ്റ് ട്രെൻഡ് ഇപ്പം 2 ദിവസം കൊണ്ട് ഇന്ന് നാളെയൊക്കെ ആയിട്ട് പല സംഭവങ്ങളും ഉണ്ടാകും. ആ ട്രെൻഡ് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന. ഇന്നലെ തന്നെ അവിടെ വാടാനപ്പള്ളിയിൽ പ്രതാപനായതുകൊണ്ട് അത്രയും ഏക്കാത്ത വാടാനപ്പള്ളി വളരെ പെട്ടെന്ന് തൃശ്ശൂരെ ട്രെൻഡ് മാറ്റി. ഈ കള്ളത്തരം ചെയ്യാൻ ചെന്നുകൊണ്ട്, കിറ്റ് കൊടുക്കാൻ ചെന്നുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഓരോ സ്ഥലത്തും ഇനി ഉണ്ടാകും. ഇന്ന് നാളെയൊക്കെ ആയിട്ട് പലതും പ്രതീക്ഷിക്കാം. മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പലതും അറിഞ്ഞുണ്ടാകും. മാത്രമല്ല പല സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടും UDFിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള AI സംവിധാനം ഉപയോഗിച്ചിട്ട് വളരെ മോശമായ രൂപത്തിൽ പല അവിഹിത ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ കഥകൾ സൃഷ്ടിക്കാൻ പോകണമെന്നുള്ള ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതിനുള്ള പ്ലാൻ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. AKG സെന്ററിൽ എന്നുള്ള പഴയ AKG സെന്ററിൽ ഒരു 10-40 സ്ഥാനാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. ഈവൻ നമ്മളെ VD സതീശനടക്കം ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ 60 സീറ്റിൽ ഇവിടെ 5 സീറ്റും കൂടെ കൂട്ടുമ്പോൾ എത്രയായി ടോട്ടല്? 58-53 സീറ്റ് വരെ. അല്ല, 48 സീറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. 48 സീറ്റിൽ 16 സീറ്റാണ് കണ്ണൂർ, കാസർഗോഡ്. അതിൽ 8 ആണ് അവിടെ തുല്യം. പിന്നെ വയനാട്ടിലെ 3, പിന്നെ 16 സീറ്റ് മലപ്പുറം, 13 സീറ്റ് കോഴിക്കോട്. 16, 13, 29, 3, 32, 8, 41 സീറ്റാണ്. 41 സീറ്റാണ് കോഴിക്കോട് മുതൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ. ഇപ്പൊ ഇവിടുത്തെ 5 സീറ്റും കൂടി കൂട്ടുമ്പോൾ 46 സീറ്റാണ് ഈ പറയുന്ന 60 സീറ്റിൽ UDFിന് കിട്ടുന്നത്. 25 സീറ്റോടെ കിട്ടിയാൽ ഭരിക്കാം. അപ്പൊ ടോട്ടൽ നമ്മൾ 60 സീറ്റിൽ 41 സീറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു സീറ്റ് അപ്പർ സൈഡാ, അല്ല ഏറ്റവും ലോവർ സൈഡാ UDFിന്റെ കൂട്ടിയിരിക്കുന്നത്. അതെ. അത് CPM സർവേ ആണ്. അപ്പൊ ഇവിടെ നമ്മള് VD സതീശനെ നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, 100+ എന്ന് പറയുന്ന ഇതില് ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും കഴിഞ്ഞപ്പോൾ 60 സീറ്റിൽ 41 സീറ്റ് UDFിന് ഉറപ്പായി കിട്ടുമെന്ന് പറയുന്ന CPM സർവേ ആണെങ്കിൽ VD സതീശൻ പറയുന്ന 100+ കറക്റ്റ് ആകാൻ പോവാണ്. ഇനിയിപ്പൊക്കെ 80 സീറ്റിന്റെ കൂടി നോക്കാണ്ട് അങ്ങോട്ട് വരുന്നത് ചെറിയ കാര്യമല്ല ഇനി വരാൻ പോണത്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.